നമസ്കാരം. ബ്രൈറ്റ് മൈൻഡ് മാത്സിലേക്ക് സ്വാഗതം. ക്ലാസ് 9 ചാപ്റ്റർ 1 ഫോർത്ത് വീഡിയോ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഇൻ ദ 2D പ്ലെയിൻ. ഒരു 2D പ്ലെയിൻ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു 2 പോയിന്റ്സ് വരച്ചാൽ വരയ്ക്കുകയാണെങ്കിൽ അവയുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. 2D പ്ലെയിൻ ഇവിടെ പറയുന്നത് XY പ്ലെയിൻ, അതായത് എക്സ് ആക്സിസും വൈ ആക്സിസും ചേർന്നിട്ടുള്ള 2D പ്ലെയിൻ ആണ്. അതിന്റെ നെയിം ആണ് XY പ്ലെയിൻ. അതുപോലെ തന്നെ കാർട്ടീഷ്യൻ പ്ലെയിൻ ഓർ കോർഡിനേറ്റ് പ്ലെയിൻ. അപ്പോൾ ഇതിൽ ഈ ഒരു XY പ്ലെയിനിൽ 2 പോയിന്റ്സ് തന്നാൽ എങ്ങനെയാണ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്നാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കാർട്ടീഷ്യൻ XY പ്ലെയിൻ അഥവാ കാർട്ടീഷ്യൻ പ്ലെയിനിൽ നമ്മൾ എക്സ് ആക്സിസിലാണ് 2 പോയിന്റ്സ് തന്നിട്ടുള്ളതെങ്കിൽ, ഇവിടെ എക്സ് ആക്സിസ് ആണ് ഈ ഒരു ഫിഗർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എക്സസൈസ് പാർട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എക്സ് ആക്സിസിലാണ് 2 പോയിന്റ്സ് ഉള്ളത്, W1 W2. അങ്ങനെയാണെങ്കിൽ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഈസി ആയിട്ട് നമ്മൾക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നുകിൽ നമ്മൾ കൗണ്ട് ചെയ്യാം, W1 മുതൽ ഇവിടെ വരെ 1 യൂണിറ്റ്, 2 യൂണിറ്റ്, 3 യൂണിറ്റ്, 4 യൂണിറ്റ്. ആ രീതിയിൽ നമ്മൾ W1 to W2ലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഈ ഒരു ഒറിജിൻ മുതൽ W2 വരെ, അതായത് W2വിന്റെ എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, എക്സ് ആക്സിസിലാണ് വരുന്നതെങ്കിൽ വൈ കോർഡിനേറ്റ് എന്തായി മാറും? 0 ആയി മാറും. അപ്പോൾ W2 എന്നുള്ള കോർഡിനേറ്റ്സ്, പോയിന്റിന്റെ കോർഡിനേറ്റ്സ് വരുന്നത് 7,0 ആണ്. W1ന്റെ കോർഡിനേറ്റ് വരുന്നത് 3,0 ആണ്. അങ്ങനെയെങ്കിൽ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതിയായിരുന്നു? W1 മൈനസ് W2 എന്ത് ചെയ്താൽ മതിയായിരുന്നു? എക്സ് കോർഡിനേറ്റുകൾ തമ്മിലുള്ള എക്സ് കോർഡിനേറ്റ്സ് തമ്മിൽ മൈനസ് ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ 7 - 3 ആണ് വരിക. ദാറ്റ് ഈസ് 4 യൂണിറ്റ് എന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം 0 എന്താണ്? 0 -0 0 ആണ്. അതുകൊണ്ട് തന്നെ എക്സ് കോർഡിനേറ്റ് മാത്രമേ മൈനസ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആക്സിസിലാണെങ്കിൽ, അതുപോലെ വൈ ആക്സിസിലാണെങ്കിലും സെയിം മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇവിടെ B1 B2 ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ. ബട്ട് ഈ ഒരു കേസിൽ നെക്സ്റ്റ് വരുന്നത് ഇവിടെയാണ് 2 പോയിന്റ്സ് എങ്കിൽ ഈ രീതിയിൽ, അതായത് ആക്സിസിന് സമാന്തരമല്ല എങ്കിലും പോയിന്റ് വരികയാണെങ്കിൽ, XY പ്ലെയിനിൽ ക്വാഡ്രന്റിലാണ് പോയിന്റ് വരുന്നതെങ്കിൽ എങ്ങനെയാണ് ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത് എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഇവിടെ 2 കോർഡിനേറ്റ്സ് ഉണ്ടാവും, എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഉണ്ടാകും. അവ തമ്മിൽ രണ്ടും ഡിഫറെന്റ് ആയിരിക്കും, ഡിഫറെന്റ് കോർഡിനേറ്റ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവയുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നെക്സ്റ്റ് പഠിക്കുന്നത്. ഇവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് കോർഡിനേറ്റ് പ്ലെയിൻ, കാർട്ടീഷ്യൻ പ്ലെയിൻ ഓർ XY പ്ലെയിൻ എന്നുള്ളത്? ദ പ്ലെയിൻ ഇൻ വിച്ച് ആക്സിസ് ആർ സിറ്റുവേറ്റഡ്. ഒരു പ്ലെയിനിൽ എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ടെങ്കിൽ അവയെ കാർട്ടീഷ്യൻ പ്ലെയിൻ എന്നറിയപ്പെടുന്നു. അതുപോലെ കോർഡിനേറ്റ് പ്ലെയിൻ ഓർ XY പ്ലെയിൻ എന്നറിയപ്പെടുന്നു. അതുപോലെ ഈ ഒരു XY പ്ലെയിൻ ഈ 2 ആക്സിസ് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 4 പാർട്ടായിട്ട് ഇതിനെ നമ്മൾക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ്. ദെൻ ഇവിടെയാണ് ഒരു ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് പോയിന്റ് വരുന്നതെങ്കിൽ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് നെഗറ്റീവും വൈ കോർഡിനേറ്റ് പോസിറ്റീവും ആയിരിക്കും. ദെൻ തേർഡ് ക്വാഡ്രന്റിലാണെങ്കിൽ 2 കോർഡിനേറ്റ്സും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിൽ
എക്സ് കോർഡിനേറ്റ് പോസിറ്റീവും വൈ കോർഡിനേറ്റ് നെഗറ്റീവുമായിരിക്കും. നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തതാണ്, വീണ്ടും ഒന്ന് പറഞ്ഞ മാത്രമേ ഉള്ളൂ. സോ നെക്സ്റ്റ്, ഡിസ്റ്റൻസ്. എങ്ങനെയാണ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് എന്നാണ് നോക്കുന്നത്. ഇവിടെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഈ ട്രയാങ്കിളിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ട്രയാങ്കിളിന്റെ സൈഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം. സൈഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? കോർണറിനെ എ എന്നുള്ള കോർണറും ഡി എന്നുള്ള കോർണറിനും എക്സ് കോർഡിനേറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ കോർഡിനേറ്റ്സുകൾ തമ്മിലുള്ള ഡിഫറൻസ്, കോർഡിനേറ്റ്സുകൾ തമ്മിൽ അതിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെയെങ്കിൽ സൈഡിന്റെ ലെങ്ത് കിട്ടും. എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. ഈ ഒരു ഫിഗറിനെ ബേസ് ചെയ്ത് ഒരു ഫോർമുലയിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഡിസ്റ്റൻസ് ഫോർമുലയിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ എ എന്നുള്ള കോർഡിനേറ്റ്സും ഡി എന്നുള്ള കോർഡിനേറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു സൈഡിന്റെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഇവിടെ ഈ ഒരു എ എന്നുള്ള പോയിന്റിൽ നിന്നും ഇവിടെ സി എന്നുള്ള ഒരു പോയിന്റിലേക്കും എ എന്നുള്ള പോയിന്റിൽ നിന്ന് സിയിലേക്ക് വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ലൈനും സി നിന്ന് ഡിയിലേക്ക് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈനും വരച്ചിട്ടുണ്ട്. സോ നമ്മൾ ഈ ഒരു ലെങ്ത് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് ബുദ്ധായന പൈതഗോറസ് തിയറം യൂസ് ചെയ്തിട്ടാണ്. അപ്പോഴെന്ത് ചെയ്താൽ മതി? എ നിന്നും സിയിലേക്കുള്ള ലൈൻ്റെ ലെങ്ത്തും അതുപോലെ സി നിന്ന് ഡിയിലേക്കുള്ള ലൈൻ്റെ ലെങ്ത്തും കണ്ടുപിടിച്ച് അതിനെ സ്ക്വയർ ചെയ്താൽ എന്ത് കിട്ടും? ഹൈപ്പോട്ടിനസ് സ്ക്വയർ. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് വരച്ചിട്ടുള്ളത്. എങ്ങനെ അതിലേക്ക് എത്തിച്ചേരുമെന്ന് നോക്കാം. എ കോർഡിനേറ്റ്, എയുടെ എക്സ് കോർഡിനേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണുക, എയുടെയും ഡിയുടെയും. അപ്പോൾ എക്സ് കോർഡിനേറ്റ് വരുന്നത് 7 - 3 ആണ്. ഡിയുടെ എക്സ് കോർഡിനേറ്റ് 7ഉം എയുടെ എക്സ് കോർഡിനേറ്റ് 3യുമാണ്. സോ 4 ആണ് വരുന്നത്. അതുപോലെ വൈ കോർഡിനേറ്റ്സ് 4 - 1 ആണ്. 4 - 1 is 3. സോ എക്സ് കോർഡിനേറ്റ് 4 ആണ്. അങ്ങനെയെങ്കിൽ എക്സ് കോർഡിനേറ്റ് 4 ആണെങ്കിൽ എക്സ് ആക്സിസിലാണ് വരുന്നത്. എക്സ് ആക്സിസിന് ഹൊറിസോണ്ടൽ ആയിരിക്കും എക്സ് കോർഡിനേറ്റ് 4 വരുന്നത്. അപ്പോൾ സി ടു ഡി ആണ്. സി ടു ഡി എന്നുള്ള ലെങ്ത് ആണ് ഏത് യൂണിറ്റ് വരുന്നത്? 4 യൂണിറ്റ് വരുന്നത്. സി മുതൽ ഡി വരെയുള്ള ലൈൻ്റെ ലെങ്ത് ആണ് 4 യൂണിറ്റ് ഇവിടെ ലഭിക്കുന്നത്. 1 യൂണിറ്റ്, 2 യൂണിറ്റ്, 3 യൂണിറ്റ്, 4 യൂണിറ്റ്. അതുപോലെ തന്നെ സി ഡിയുടെ ലെങ്ത് ആണ് 4 കിട്ടിയത്. അതുപോലെ എ സിയുടെ ലെങ്ത്, അതായത് ഈ 3 വരുന്നത് വൈ കോർഡിനേറ്റുകൾ തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ ലഭിക്കുന്നത് വൈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈൻ്റെ ലെങ്ത് ആണ്. ദാറ്റ് ഈസ് എ സിയുടെ ലെങ്ത് ആണ് 3 യൂണിറ്റ് വരുന്നത്. സോ ഇവിടെ നിന്ന് തന്നെ അപ്പൊ നമ്മൾക്ക് പൈതഗോറസ് തിയറം യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും? AD is equal to root of AC square plus CD square. That's equal to AC. എങ്ങനെയാണ് കിട്ടിയത്? എക്സ് റൂട്ട് ഓഫ് AC. ഇവിടെ ഏതാണ് വരുന്നത്? AC എന്നുള്ള എങ്ങനെയാണ് 3 യൂണിറ്റ് നമ്മൾക്ക് ലഭിച്ചത്? വൈ കോർഡിനേറ്റ്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ വൈ കോർഡിനേറ്റ്സ് ആയിട്ടുള്ള y2 - y1 ഹോൾ സ്ക്വയർ പ്ലസ് ഏത് CD സ്ക്വയർ എക്സ് കോർഡിനേറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് x2 - x1 ഹോൾ സ്ക്വയർ. ഇതാണ്
അപ്പോഴെന്ത് കിട്ടി? AD എന്നുള്ള ഹൈപ്പോട്ടിനസ് കിട്ടി. ഇതാണ് ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുന്നത്. ഈ രീതിയിലേക്ക് ഇവിടുന്നാണ് ഡിസ്റ്റൻസ് ഫോർമുലയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. That is, in general, the distance between the points x1, y1, the points x1, y1, നമ്മൾക്ക് ഇതിനെ എന്തായിട്ട് എടുക്കാം? x1, y1, then x2, y2. അപ്പോഴെന്ത് എങ്ങനെ എഴുതാം? ഇവയുടെ ഡിസ്റ്റൻസ് ഫോർമുല എങ്ങനെ വരും? സ്ക്വയർ റൂട്ട് ഓഫ് x2 minus x1 whole square plus y2 minus y1 whole square. ഇതാണ് ഡിസ്റ്റൻസ് ഫോർമുലയായിട്ട് വരുന്നത്. y2 minus y1 ഇവിടെ വന്നത് 3 യൂണിറ്റ് കിട്ടിയത് ഏതാണ്? y ആക്സിസിന് പാരലൽ ആയ വെർട്ടിക്കൽ ലൈനിന്റെ ലെങ്ത് ആണ്. ദാറ്റ് ഈസ് y2 minus y1. then 4 യൂണിറ്റ് ഇവിടെ ലഭിച്ചത് x ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈൻ ആണ്. ദാറ്റ് ഈസ് x2 minus x1, x2 minus x1. ഇതിൽ നിന്നാണ് ഡിസ്റ്റൻസ് ഫോർമുലയിലേക്ക് എത്തിച്ചേർന്നത്. സ്ക്വയർ റൂട്ട് ഓഫ് x2 minus x1 whole square plus y2 minus y1 whole square. That is distance between the points x1, y1 and x2, y2 is equal to square root of x2 minus x1 whole square plus y2 minus y1 whole square. ഇതാണ് ഡിസ്റ്റൻസ് ഫോർമുല. സോ ഇതിനെ ബേസ് ചെയ്തിട്ട് എക്സസൈസ് പാർട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാം. താങ്ക് യു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കരുത്. താങ്ക് യു.